പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മനുവിന്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ജലിയെ അകറ്റണം. ആ ഒരു തീരുമാനം എടുക്കുന്ന മനു അഞ്ജലിയെ ചെന്ന് കാണുകയും അഞ്ജലിയോട് നീ എത്രയും പെട്ടെന്ന് സൂര്യൻ്റെ കൂടെ പോകണം, ഇനിയും ഇവിടെ സമയം ചിലവഴിക്കരുത്. ഇത് കേട്ടതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല മനു, എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമാണ്. അങ്ങനെ വിചാരിച്ചതുപോലെ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഓടിപ്പോവുക? മനു തന്നെ പറയൂ. ഇത് കേട്ടതിനെ തുടർന്ന് അതൊന്നും എനിക്കറിയില്ല. നീ ഇവിടെ നിൽക്കും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. മാത്രവുമല്ല, നീ ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയെയും ജാനിയെയും അച്ഛനെയും വെറുപ്പിക്കലാണ്. അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ നിസ്സാരമായി ചെയ്യാൻ സാധിക്കും. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും അവർക്കധികം വിഷമം തോന്നുകയുമില്ല. പക്ഷേ മനു, എനിക്ക് അവരെ ഇഷ്ടമാണ്. അവരെ ഞാൻ വെറുക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവനെ വെറുപ്പിക്കുക? അതല്ല, നീ മനഃപൂർവ്വമാണ് അവരെ വെറുപ്പിക്കേണ്ടത്. അത് അവർ മനസ്സിലാക്കാൻ പോലും പാടില്ല. എനിക്ക് സാധിക്കില്ല മനു, കാരണം എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ്. ഞാൻ അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതിപ്പോൾ മനു പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടൊന്നുമല്ല. ഇനി മനുവിന് അത്ര നിർബന്ധമാണ് എങ്കിൽ ഞാൻ ശ്രമിക്കാം. പക്ഷേ എന്നെ കൂടുതൽ നിർബന്ധിക്കരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അഞ്ജലി. ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നാൽ മതിയായിരുന്നുവെന്ന് പറയുന്ന മനു കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് നീക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം പ്രഭയാകട്ടെ പുതിയ ചതികളുമായി മുന്നിലേക്ക് വരികയാണ്. സ്വന്തം ദേഹത്തേക്ക് ചായ ഒഴിച്ച പ്രഭ ഇതേ തുടർന്ന് അവിടെ വെച്ച് ബഹളമുണ്ടാക്കുകയാണ്. അയ്യോ, ഓടി വരണേ ഓടി വരണേ എന്ന് കരഞ്ഞ് പറഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് മനുവിൻ്റെ അച്ഛൻ എത്തുന്നു. ചായ ദേഹത്തേക്ക് വീണ് കിടക്കുന്നത് കാണുന്ന അയാൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛൻ്റെ മരുമകൾ ചെയ്തതാണ് ഈ കാര്യം. അവൾ എൻ്റെ ശരീരത്തിലേക്ക് ചൂട് ചായ എടുത്ത് ഒഴിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ടു നിൽക്കുന്ന അഞ്ജലി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് അഞ്ജലിയെ രൂക്ഷമായി നോക്കുകയാണ് പ്രഭ. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ വീണ്ടും തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന അഞ്ജലിയോട് നീ എൻ്റെ മകളെ ഉപദ്രവിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് മനുവിൻ്റെ അച്ഛൻ. ഇതോടെ കാര്യങ്ങൾ സക്സസ് ആയി എന്ന് കരുതുന്ന പ്രഭ ഇനി എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകളെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്ന അയാൾ ഇതേ തുടർന്ന് പണിഷ്മെന്റ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ പ്രഭ വളരെയധികം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പ്രഭയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിക്കുന്നത്. പ്രഭ ചെയ്തതെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നും അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നത് എന്ന് പറയുകയും ചെയ്യുന്ന മനുവിൻ്റെ അച്ഛൻ അഞ്ജലി മോളെ കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ നീക്കമെന്ന് മനസ്സിലാക്കാൻ എനിക്കത്ര ബുദ്ധിയൊന്നും വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രഭ ചമ്മി പോകുന്നു. പ്രഭേ, ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകളൊക്കെ നിർത്താറായില്ലേ നിനക്ക്? അഞ്ജലി മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. മാത്രവുമല്ല, നിനക്ക് അവളോട് അസൂയയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നീ എന്തിനാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഒരാൾക്ക് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇത്തിരി കൂടി മെച്യൂരിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നത് നിനക്ക് നന്നായിരിക്കും.
അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരുടെയും മുൻപിൽ നീ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അദ്ദേഹം. ഇതോടെ പ്രഭ ആകെ നാറിപ്പോകുന്നു. പ്രഭയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന അഞ്ജലി അയ്യേ ചമ്മിപ്പോയില്ലേ എന്ന് ചോദിക്കുകയും ഇതുപോലുള്ള ട്രിക്കുകളൊക്കെ നഴ്സറി പിള്ളേരുടെ അടുത്ത് കാണിച്ചാൽ പോരെ എന്ന് കളിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് പ്രഭ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ പ്രഭയോട് എന്താണ് പറ്റിയത് എന്ന് പ്രഭയുടെ ഭർത്താവ് ചോദിച്ചതിനെ തുടർന്ന് കുന്തമാണ് പറ്റിയത് എന്ന് പറയുകയും ചെയ്യുന്ന പ്രഭ ഇതേ തുടർന്ന് അയാളുടെ മേലേക്ക് തട്ടിക്കയറുകയാണ്. ആ അഞ്ജലിയെ തോൽപ്പിക്കാൻ തോറ്റു വന്നതിൻ്റെ ദേഷ്യമാണ് നിനക്കെന്ന് വ്യക്തമാക്കുന്ന അയാൾ അഞ്ജലിയൊക്കെ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അവളുടെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൂടുതൽ ദേഷ്യം വന്നിരിക്കുകയാണ് പ്രഭയ്ക്ക്. മാത്രവുമല്ല പ്രഭ അയാളെ തല്ലുകയും ചെയ്യുന്നു. ഇതോടെ നിനക്ക് എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ, എനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ നിന്റെ തലയടിച്ച് തിരിച്ചേനെ എന്ന് വ്യക്തമാക്കുന്ന അയാൾ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം മനു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നല്ലൊരു അവസരമല്ലേ അച്ഛനെയും അമ്മയെയും വെറുപ്പിക്കുന്നതിനായി കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അഞ്ജലിയോട്. ഇതോടെ അഞ്ജലി എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, ഞാൻ എന്നെ അതിന് നിർബന്ധിക്കരുത് എന്ന് പലതവണ മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വാണിംഗ് നൽകുകയും എനിക്ക് ഈ കാര്യം ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മനുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.